بسم الله الرحمن الرحيم حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. على الفتى 7 محرماته بالنسب أمهاته بناته عماته خالاته والأخوات ثم بنات إخوته وأخوات وهؤلاء 7 بالرضاع يهرمن أيضا يا أخي فراعي. يا رب صل على من حل بالهرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും വിവാഹം ജീവിതവും നിയമങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി 3-ാം ദിവസമാണ് നമ്മുടെ ഈ പ്രഭാഷണം. വിവാഹത്തിന്റെ ഫലങ്ങളും അതിനാകാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള വിധത്തിലും അത് ശ്രദ്ധിക്കേണ്ട മേഖലകളും അങ്ങനെ തുടങ്ങി കുറേയേറെ വിഷയങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ ഘടകങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വരനും അതുപോലെ വധുവും. ആ വധുവിനും വരനും
ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ നാം സംസാരിച്ചിരുന്നത് വധുവായി തിരഞ്ഞെടുക്കാൻ അനുവദനീയമാകാത്ത അല്ലെങ്കിൽ വധുവായി തിരഞ്ഞെടുത്ത് വിവാഹം കഴിക്കാൻ സാഹചര്യം ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചാണ്. അതിൽ ചിലർ താൽക്കാലികമായി പറ്റാത്തവരും ചിലപ്പോൾ മറ്റൊരു സ്ത്രീ ഉള്ളപ്പോൾ പറ്റാത്തവരും അങ്ങനെ തുടങ്ങി കുറേയേറെ കാര്യങ്ങൾ നാം വിശദീകരിച്ചിട്ടുണ്ട്. 10 വിഷയങ്ങൾ ഇന്നലെ നാം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 3 കാര്യങ്ങൾ കൂടി ആ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ ബാക്കിയുണ്ട്. അതായത് കുടുംബബന്ധം മുഖേന വിവാഹം അനുവദിക്കപ്പെടാത്ത സ്ത്രീകൾ, നിലവിൽ ബന്ധം മുഖേന വിവാഹം അനുവദിക്കപ്പെടാത്ത സ്ത്രീകൾ, വൈവാഹിക ബന്ധം മുഖേന വിവാഹം അനുവദിക്കപ്പെടാത്ത സ്ത്രീകൾ, ഇങ്ങനെ 3 വിഭാഗം ആ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ. ഒന്നാമതായി കുടുംബബന്ധം മുഖേന വിവാഹം അനുവദിക്കപ്പെടാത്ത കക്ഷികൾ 7 സ്ത്രീകളാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ഹുജ്ജിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം മാതാവ്, മാതാവിന്റെ മാതാവ് മേൽപോട്ട് എത്രയും, ബാപ്പയുടെ ഉമ്മ, അതുപോലെ ബാപ്പയുടെ മേലോട്ട് വരുന്ന ആരുടെ ഉമ്മയാണെങ്കിലും, ഉമ്മയുടെ ഉമ്മാമ്മമാരിൽ അങ്ങോട്ട് ഏത് ഉമ്മാമയാണെങ്കിലും എല്ലാം ഉമ്മമാർ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ്. നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി ഖുർആൻ പറഞ്ഞു, വബനാതുക്കും, നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം പെൺമക്കളും അവരുടെ പെൺമക്കളും അങ്ങനെ താഴോട്ട് എത്രയും, അതുപോലെ മകന്റെ പെൺകുട്ടികൾ, മകളുടെ പെൺകുട്ടികൾ അങ്ങനെ താഴോട്ട് എത്രയും, എല്ലാ പെൺകുട്ടികളും പിതാവിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. അഖവാത്തുക്കും, അതുപോലെ നിങ്ങളുടെ സഹോദരിമാർ, ബാപ്പയുടെ മക്കൾ, ഉമ്മയുടെ മക്കൾ, ബാപ്പയും ഉമ്മയും ഒന്നാണെങ്കിലും ശരി രണ്ടാണെങ്കിലും ശരി, ബാപ്പയുടെ മക്കളും ഉമ്മയുടെ മക്കളും നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്തവരാണ്. അമ്മാത്തുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ, നിങ്ങളുടെ ബാപ്പയുടെ സഹോദരിമാർ, അതുപോലെ വലിയ ബാപ്പയുടെ സഹോദരി, അങ്ങനെ ബാപ്പയായി വരുന്നവരുടെ സഹോദരിമാർ മുഴുവനും നിഷിദ്ധമാണ്. വഹാലാതുക്കും, നിങ്ങളുടെ മാതൃ സഹോദരിമാർ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, അങ്ങനെ ഉമ്മാമയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, അങ്ങനെ മേൽപോട്ടും എത്രയും, അങ്ങനെ ഉമ്മയുടെ സഹോദരിമാർ. വബനാത്തുൽ അഖി, മറ്റൊന്ന് ആറാമതായി വബനാത്തുൽ അഖി, സഹോദര പുത്രിമാർ, ജ്യേഷ്ഠന്റെ മകൾ, അനുജന്റെ മകൾ, അങ്ങനെ തുടങ്ങി സഹോദര പുത്രിമാർ. അവരെ താഴോട്ട് പോയാലും ജ്യേഷ്ഠന്റെ മകളുടെ മകളായാലും ഉപ്പാപ്പയുടെ അനുജൻ നിഷിദ്ധമാണ്, വിവാഹം അനുവദനീയം അല്ല. മറ്റൊന്ന് ഏഴാമത്തത് ബനാത്തുൽ ഉഖ്തി, സഹോദരി പുത്രിമാർ, സ്വന്തം ജ്യേഷ്ഠത്തിയുടെ സഹോദരി, സ്വന്തം പെങ്ങളുടെ മകൾ, അതുപോലെ പെങ്ങളുടെ മകളുടെ മകൾ, അങ്ങനെ താഴോട്ട് എത്ര പോയിരുന്നാലും, മൂത്ത പെങ്ങളായാലും ഇളയ പെങ്ങളായാലും അവരുടെ പുത്രിമാർ താഴോട്ട് എത്ര പോയാലും അനുവദനീയമല്ല, അമ്മാമന് അനുവദനീയം അല്ല. ഇങ്ങനെ 7 സ്ത്രീകളാണ്
പരിശുദ്ധ ഇസ്ലാമിൽ വിവാഹം അനുവദിക്കപ്പെടാത്ത സ്ത്രീകളുള്ളത്. ഇതേപോലെ തന്നെ 7 സ്ത്രീകൾ ഇതിൽ അനുവദിക്കപ്പെടാത്തതുപോലെ തന്നെ വഹാഉലാഇ സബ്ഉ ബിർറവാഇ യഹറുന അയ്ദൻ യാ അഖി ഫറാഇ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാതുക്കും വഅഖവാതുക്കും حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت എന്ന് പറഞ്ഞ ഉടനെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനകും വഅഖവാതുക്കും മിനർ റദാഅ. മുലകുടി ബന്ധത്തിനാൽ നിങ്ങളുടെ മാതാക്കളായവർ. നീ ഒരു സ്ത്രീയുടെ മുല 2 വയസ്സിന് മുമ്പ് 5 പ്രാവശ്യം നേരിൽ കുടിക്കുകയോ അല്ലെങ്കിൽ കറന്നെടുത്ത മുലപ്പാല് 5 തവണ കറന്നെടുത്ത മുലപ്പാല് കുടിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 തവണ മുലപ്പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ 2 വയസ്സിന് മുമ്പാണ് കുടിച്ചതെങ്കിൽ ആ മുല കൊടുത്ത സ്ത്രീ നിന്റെ ഉമ്മയാണ്. ആ മുല കൊടുത്ത സ്ത്രീയുടെ മറ്റ് പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെല്ലാം നിന്റെ സഹോദരിമാരാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് ഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനകും വഅഖവാതുക്കും മിനർ റദാഅ. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതോടുകൂടെ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു യഹ്റുമു മിനർ റദാഇ മാ യഹ്റുമു മിനൻ നസബി. കുടുംബബന്ധത്താൽ നിഷിദ്ധമാകുന്നവരെല്ലാം മുലകുടി ബന്ധത്താലും നിഷിദ്ധമാകും. അപ്പോൾ നമുക്കറിയാം കുടുംബബന്ധത്താൽ നിഷിദ്ധമാകുന്ന ആളുകളിൽ പെട്ടതാണ് ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അനുജത്തി തുടങ്ങിയവർ. ഇതുപോലെ ഒരു സ്ത്രീയുടെ മുല കുടിച്ചാൽ ആ സ്ത്രീയുടെ ജ്യേഷ്ഠത്തിയും അനുജത്തിയുമൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ സഹോദരിമാരുടെ ഗണത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ ആ ഉമ്മയുടെ മക്കൾ, പെൺകുട്ടികൾ, അവരെല്ലാം അവന്റെ സഹോദരിമാരായി എണ്ണപ്പെടുകയാണ്. മുല കൊടുത്ത പെണ്ണ് ഏതൊരു ഭർത്താവിന്റെ കീഴിലുള്ളപ്പോൾ കുട്ടി ജനിച്ചതിന്റെ പേരിലാണോ അവൾക്ക് മുലയിൽ പാലുണ്ടായത്, ആ ഭർത്താവ് ഈ മുല കുടിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പയുടെ സ്ഥാനത്താണ്. അങ്ങനെ തുടങ്ങി കുടുംബബന്ധത്താൽ ഹറാമാകുന്ന 7 വിഷയങ്ങളും മുലകുടി ബന്ധത്താലും ഹറാമാകുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്റുമു മിനർ റദാഇ മാ യഹ്റുമു മിനൻ നസബി എന്നതുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. മുലകുടി ബന്ധം കൊണ്ട് ഹറാമ് സംഭവിക്കണമെങ്കിൽ 5 പ്രാവശ്യം മുല കൊടുത്തിരിക്കണം. ലൗ ഖംസ മർറാത്തിൻ മിനൽ തർതബി മിൻ ഖബ്ലി ഹൗലൈൻ സബിയുൽ മുർതലി. 2 വയസ്സാകുന്നതിന് മുമ്പ് കുടിച്ചിരിക്കണം, 5 പ്രാവശ്യം കുടിച്ചിരിക്കണം. ലഫാറത്തിൽ ഊസാവമൻ മിൻഹുൽ ലബൻ അബവൈറദീൻ ബിൽ ബവാത്തി സൈരിഫൻ. മർഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളിപ്പോൾ പറഞ്ഞ മസ്അലയാണ് വിശദീകരിച്ചത്. ഫഫർഖുൽ മിൻഹുമാ തുമ്മൽ ലസ്ൽ തുമ്മൽ ഹവാസി മഖംലിദിത്തിഫിൽ. ഈ പറഞ്ഞ കുട്ടിക്ക് ആ കുട്ടിയുടെ ജ്യേഷ്ഠാനുജന്മാരായി വരുന്നു. മുല കൊടുത്ത കുട്ടി പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ ആങ്ങളമാരായി വരുന്നു മുല കൊടുത്ത പെണ്ണിന്റെ മക്കൾ. ഇതുപോലെ തന്നെ മുല കൊടുത്ത കുട്ടി ആ കുട്ടിയുടെ മുല കൊടുത്ത പെണ്ണിന്റെ ബാപ്പ ഉപ്പാപ്പയായി വരുന്നു. അങ്ങനെ തുടങ്ങി എല്ലാ നിയമങ്ങളും, കുടുംബബന്ധത്തിൽ വരുന്ന നിയമങ്ങളെല്ലാം ഇവിടെയും ബാധകമായി വരുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ ആകത്തുക. ഇനി ഇത് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്. അത്യാവശ്യമുള്ളവർക്ക് ചോദിച്ചു പഠിക്കാം. ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. മുലകുടി ബന്ധം കൊണ്ട് ഹറാമാകുന്ന
ആളുകൾ ഒരിക്കലും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അവന്റെ സന്താനങ്ങൾക്കും മുലകൊടുത്ത ഉമ്മയുടെ സ്ഥാനത്തായിരിക്കും, അഥവാ ബാപ്പയുടെ ഉമ്മയുടെ സ്ഥാനത്തായിരിക്കും. അതുപോലെ ബന്ധങ്ങൾ വരും. പക്ഷേ ഒരാൾ മറ്റൊരു സ്ത്രീയുടെ മുലകുടിച്ചതിനാൽ അവന്റെ ജ്യേഷ്ഠനോ അവന്റെ അനുജനോ ആ ബന്ധം ബാധകമാകുന്നതല്ല. ഉദാഹരണത്തിന് ഒരു അബൂബക്കർ, അദ്ദേഹം ഈ അബൂബക്കർ ആയിഷ എന്ന ഒരു സ്ത്രീയുടെ മുലകുടിച്ചാൽ ആയിഷയുടെ മക്കളെല്ലാം അബൂബക്കറിന്റെ ജ്യേഷ്ഠാനുജന്മാരും പെങ്ങന്മാരുമാകുന്നുണ്ട്. അതേസമയം ഈ അബൂബക്കറിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയിഷയുമായി ബന്ധമില്ല, ആയിഷയുടെ മക്കളുമായും ബന്ധമില്ല. ഇത് വേർതിരിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത്, വൈവാഹിക ജീവിതത്തിലൂടെ വിവാഹബന്ധം ഹറാമാകുന്ന ആളുകൾ. അത്തരം ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ശേഷം വിവരിക്കുന്നു. ഉമ്മഹാതു നിസാഇകും വറബാഇബുകും അല്ലാതീ ഫീ ഹുജൂരികും മിൻ നിസാഇകും അല്ലാതീ ദഖൽതും ബിഹിന്ന ഫഇൻ ലം തകൂനൂ ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈകും وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. സൂറത്തുൽ നിസാഇൽ നിയമങ്ങൾ ഇങ്ങനെ പറയുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം മാതാക്കളും പെൺമക്കളുമൊക്കെ വിവാഹബന്ധം നിഷിദ്ധമായവരാണെന്ന് പറയുന്നതിന് മുമ്പ് അതിന്റെ 22ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു, വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാഇ, നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾക്കൊരിക്കലും വിവാഹം ചെയ്യാൻ പറ്റില്ല. ഇല്ലാ മാ ഖദ് സലഫ്, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലത്ത് ആരെങ്കിലും വിവാഹം ചെയ്തു പോയതിന് ഇത് ബാധകമല്ല. ഖുർആൻ പറയുകയാണ്, വലാ തൻകിഹൂ മാ നകഹ ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇതുകൊണ്ട് തന്നെ ഫത്ഹുൽ മഈൻ എടുത്തു നോക്കിയാൽ വിവാഹബന്ധത്തിലൂടെ വിവാഹം നിഷിദ്ധമാകുന്ന സ്ത്രീകളേതാണ് എന്ന് വിവരിക്കുന്ന സ്ഥലത്ത് പറയുന്നു, സൗജത്തു അസ്ലിൻ, സ്വന്തം ബാപ്പയുടെ ഭാര്യ, ഉമ്മയുടെ ബാപ്പയുടെ ഭാര്യ, ഉപ്പാപ്പയുടെ ഭാര്യ, അങ്ങനെ അതാ മനുഷ്യന്റെ മുരടായി വരുന്ന ഉപ്പാപ്പമാരിൽ ഏതൊരുപ്പാപ്പയാണെങ്കിലും ശരി, അങ്ങനെയുള്ള ബാപ്പമാര് വിവാഹം കഴിച്ച സ്ത്രീകളെ ഒരിക്കലും മക്കൾക്ക് വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം തന്നെ അതാ പണ്ഡിതന്മാർ പറയുന്നു, വഫസ്ലിൻ, ഖുർആൻ പറഞ്ഞു, ഹലായിലു അബ്നാഇകും അല്ലദീന മിൻ അസ്ലാബികും, നിങ്ങളുടെ മുതുകുകളിൽ നിന്ന് വന്ന നിങ്ങളുടെ ആൺമക്കൾ, ആ ആൺമക്കൾക്ക് ഹലാലായ ഭാര്യമാർ, അഥവാ മകന്റെ ഭാര്യ, മകന്റെ ഭാര്യ, അങ്ങനെ മക്കളുടെ ലീസ്റ്റിൽ വരുന്ന ആൺമക്കളുടെ ലീസ്റ്റിൽ വരുന്നവരുടെ ഭാര്യ, ആ ഭാര്യമാരെ ഒരിക്കലും വിവാഹം ചെയ്യാൻ ബാപ്പക്ക് നിർവാഹമില്ല. അതാണ് സൗജത്തു ഫസ്ലിൻ. മൂന്നാമതായി വഅസ്ലു സൗജത്തിൻ, വഅസ്ലു സൗജത്തിൻ, ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മ, ഭാര്യയുടെ ബാപ്പയുടെ ഉമ്മ, അതുപോലെ മേലോട്ട് എത്ര ഉമ്മമാരുണ്ടെങ്കിലും ശരി, ഭാര്യയുടെ ഉമ്മ നിഷിദ്ധമാണ്, ഒരിക്കലും തന്നെ വിവാഹം ചെയ്യാൻ പറ്റില്ല. ഭാര്യയെ തലാഖ് ചൊല്ലിയാലും ശരി, ഭാര്യ അല്ലെങ്കിൽ മരിച്ചുപോയാലും ശരി, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മായിയെ അല്ലെങ്കിൽ വലിയമ്മായിയെ, അഥവാ സ്വന്തം ഭാര്യയുടെ ഉമ്മയെ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മയെ, അങ്ങനെ മേൽപോട്ട് എത്ര പോയാലും ശരി, അല്ലെങ്കിൽ ഭാര്യയുടെ ബാപ്പയുടെ ഉമ്മയെ മേൽപോട്ട് എത്ര പോയാലും ശരി, ഒരിക്കലും വിവാഹം ചെയ്യാൻ പറ്റില്ല. ഇവിടെയെല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സ്ത്രീകളെ കാണുന്നതിനും തൊടുന്നതിനും വിരോധമില്ല. സ്വന്തം ഭാര്യയുടെ ഉമ്മയെ കാണാം,
തൊടാം. കാണാമെന്ന് പറഞ്ഞതിന് ശരീരമൊട്ടാകെ കാണാമെന്നതിനർത്ഥമില്ല. മറിച്ച് അതാ ആങ്ങളെയും പെങ്ങളും കാണുന്നത് പോലെ, ബാപ്പയും മക്കളും കാണുന്നത് പോലെ കാണാമെന്നർത്ഥം. ഇരിക്കട്ടെ, അപ്പോൾ ഒന്ന് ഭാര്യയുടെ ഉമ്മ, ആ ഭാര്യയുടെ ഉമ്മയും ഉമ്മയുടെ മേൽപോട്ട് എത്ര ഉമ്മമാരുണ്ടെങ്കിലും ഇവിടെ എന്റെ സഹോദരിമാർ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാര്യയുടെ ഉമ്മ മാത്രമാണ് നിഷിദ്ധമാകുന്നത്. ഭാര്യയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി നിഷിദ്ധമല്ല. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയെ കാണൽ ഇവൻ അനുവദനീയമല്ല. ഭാര്യയുടെ ഉമ്മയുടെ അനുജത്തിയെ കാണൽ അനുവദനീയമല്ല, നോക്കൽ അനുവദനീയമല്ല. നമ്മൾ സാധാരണയായി ഭാര്യയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയും അനുജത്തിയുമൊക്കെ അമ്മായിമാരാണ് എന്ന് പറഞ്ഞ് അറയുടെ ഉള്ളിലേക്ക് പുതിയാപ്പിള മാത്രമുള്ള സമയത്ത് കയറി പോകുന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. അവരിലേക്ക് നോക്കലും തെറ്റാണ്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യയുടെ ഉമ്മക്കും ഉമ്മാമക്കും, ഭാര്യയുടെ ബാപ്പയുടെ ഉമ്മക്കും അങ്ങനെ ഉമ്മമാർക്കല്ലാതെ അവരുടെ അനുജത്തിമാർക്കോ ജ്യേഷ്ഠത്തിമാർക്കോ ഇങ്ങനെ ഒരു നിയമം കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ പറഞ്ഞു സൗജത്തു അസ്ലിൻ വ ഫസ്ലിൻ വ അസ്ലു സൗജത്തിൻ. ഇതുപോലെ ഒരാളുടെ ഉമ്മ മരണപ്പെട്ടു പോയതിനു ശേഷം ബാപ്പ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ആ ബാപ്പ വിവാഹം കഴിച്ച പെണ്ണ് സൗജത്തു അസ്ലിൻ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അഥവാ ബാപ്പയുടെ ഭാര്യയെ കാണാമെന്നാണ്, സ്വന്തം ഉമ്മയാകണമെന്നില്ല. ബാപ്പ വിവാഹം കഴിച്ച പെണ്ണിനെ കാണാമെന്നാണ്. പക്ഷേ അമ്മായിമാരുടെ വിഷയത്തിലെത്തുമ്പോൾ അഥവാ പുതിയാപ്പിളക്ക് അവരെ കാണാൻ തൊടാനും വകുപ്പില്ല. കാരണം ഈ കുട്ടിയുടെ ഉമ്മയല്ലാതിരിക്കുമ്പോൾ ആ വകുപ്പ് ഇവർക്കുണ്ടാകുന്നില്ല. എളാപ്പയുടെ ഭാര്യ അഥവാ ബാപ്പയുടെ ഭാര്യയല്ല, ഉമ്മയുടെ ഭർത്താവിന്റെ ഭാര്യ, ആ ഭാര്യയെ ഈ പെൺകുട്ടിയുടെ ഭർത്താവിന് കാണാനും തൊടാനും പറ്റില്ല. അത് ഉമ്മയുടെ സ്ഥാനത്തല്ലേ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചത്. വഖദാ ഫസ്ലുഹാ. ഇപ്പോൾ വിവാഹബന്ധത്തിലൂടെ ഹറാമാകുന്ന കക്ഷികൾ 4 ആളുകളാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു. സൗജത്തു അസ്ലിൻ, ഒന്ന് പിതാവ്, അതുപോലെ ബാപ്പയുടെ ബാപ്പ, ഉമ്മയുടെ ബാപ്പ തുടങ്ങിയവരുടെ ഭാര്യമാർ. വഫസ്ലിൻ, മക്കളുടെ ഭാര്യമാർ, മക്കളുടെ ഭാര്യമാർ, മകന്റെയും മകന്റെ മകന്റെയും മകളുടെ മകന്റെയും ഒക്കെ ഭാര്യമാർ. വഅസ്ലു സൗജത്തിൻ, ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉപ്പയുടെ ഉമ്മ, അതുപോലെ ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മ, ഇങ്ങനെ തുടങ്ങിയ ഭാര്യയുടെ മുരടായി വരുന്ന സ്ത്രീകൾ. വകദാ ഫസ്ലുഹാ. അതുപോലെ ഭാര്യയുടെ പെൺമക്കൾ, ഭാര്യയുടെ പെൺമക്കൾ. ഉദാഹരണത്തിന് ഭാര്യയെ നേരത്തെ ഒരാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹത്തിലൊരു പെൺകുട്ടിയുണ്ട്. അദ്ദേഹം മരിച്ചുപോയതിനു ശേഷം അല്ലെങ്കിൽ വിവാഹമോചനം നടത്തിയതിനു ശേഷം ഇപ്പോൾ മറ്റൊരാൾ ഈ സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീയുടെ ആദ്യത്തെ മകളെ ഇപ്പോഴത്തെ ഭർത്താവിന് കാണാമോ തൊടാമോ? കാണാം, തൊടാം. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? വകദാ ഫസ്ലുഹാ ഇൻദ ഖലബിഹാ. ഈ പുതിയ ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ ആദ്യത്തെ മകൾ ഈ ഭർത്താവിന് ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്ത കൂട്ടത്തിൽ പെട്ടുപോയി. അപ്പോൾ ആ പെൺകുട്ടിയെ അഥവാ ഭാര്യയുടെ മകളെ അവന് കാണാം, തൊടാം. ഇതാണ് വഖദാ ഫസ്ലുഹാ ഇൻദ ഖലബിഹാ. പരിശുദ്ധ ഖുർആൻ ആ വിഷയം പറഞ്ഞു. വഉമ്മഹാതു നിസാഇകും എന്ന് പറഞ്ഞതിന് ശേഷം വറബാഇദുകും അല്ലാത്തി ഫീ ഹുജൂരികും മിൻ നിസാഇകും അല്ലാത്തി ദഖൽതും ബിഹിന്ന ഫഇൻ ലം തകൂനൂ ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും. നിങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ ലൈംഗിക ബന്ധത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സ്ത്രീയുടെ മകൾ ഹറാമാകുന്നില്ല. അവളെ വിവാഹമോചനം നടത്തിയതിനു ശേഷമോ അവൾ മരിച്ചതിന് ശേഷമോ
വേണമെങ്കിൽ വിവാഹം കഴിക്കുന്നത് ഹറാമാകുന്നില്ല. നേരെ മറിച്ച് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ മകൾ നിഷിദ്ധമാണ്, വിവാഹം കഴിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചിരിക്കുകയാണ്. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് സംസ്കാരമെന്നോ എന്താണ് കുടുംബബന്ധമെന്നോ അറിയാത്ത ജനങ്ങൾ ചെയ്തു പോയ ചില വിവാഹങ്ങളുണ്ട്. നമ്മെ ഈ കാലത്ത് അതില്ല. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ. അങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഒരേ സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല. മുമ്പ് കഴിഞ്ഞു പോയതിന് കുഴപ്പം പറയുന്നില്ല. അഥവാ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞതാണത്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതല്ല. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. സൂറത്തുൻ നിസാഇന്റെ 22-23 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ സ്ത്രീകളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അനുവദനീയമായ സ്ത്രീകളെ മാത്രമേ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂ. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്, സ്ത്രീകളെ കൂട്ടത്തിൽ ഉത്തമമായ സ്ത്രീകളുണ്ട്, തകരാറുകളുള്ള സ്ത്രീകളുണ്ട്. പക്ഷേ അവരെ വിവാഹം കഴിക്കൽ തെറ്റല്ല, അവരെ വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നല്ലതല്ല. അങ്ങനെയുള്ള കുറെ സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഏത് രക്ഷിതാവും ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയജിബു അലൽ വലിയ അയ്ളൻ യുറാഇ ഖിസാല സൗജി. വരനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ വരന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി ശ്രദ്ധിക്കൽ തെരഞ്ഞെടുക്കുന്ന രക്ഷിതാവിന് നിർബന്ധമാണ്. അവനവന്റെ മകൾക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ത്രീക്ക് ഒരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഭർത്താവിനെ സംബന്ധിച്ച് നന്നായി പഠിക്കേണ്ടതുണ്ട്, വരനെ സംബന്ധിച്ച് നന്നായി പഠിക്കേണ്ടതുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽയൻദുറു ലികരീമതിഹി ഫലാ യുസവ്വിജുഹാ മിമ്മാ സാഅ ഖുലുഖുഹു. വളരെയേറെ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോശമായ സ്വഭാവമുള്ള ഒരു പുരുഷനും അവന്റെ മാന്യതയുള്ള പെൺകുട്ടിയെ അല്ലെങ്കിൽ പെങ്ങളെ അവൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. മിമ്മൻ സാഅ ഖുലുഖുഹു ഔ ഖൽഖുഹു. അല്ലെങ്കിൽ ശാരീരികമായി വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ, ശാരീരിക വൈകല്യമുള്ളവർക്ക് സ്വന്തം പെൺകുട്ടികളെ കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് പ്രയാസത്തിലാക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പെൺകുട്ടിക്കും ശാരീരികമായ വൈകല്യമുണ്ടെങ്കിൽ വേറെ ഒരു ഭർത്താവിനെ കിട്ടാത്ത സാഹചര്യത്തിൽ വൈകല്യമുള്ള വരനെ തെരഞ്ഞെടുക്കാൻ പാടില്ലെന്നല്ല. മറിച്ച് ശാരീരികമായ ആരോഗ്യവും സ്വഭാവ ഗുണവും ഉള്ളവരെ നോക്കിയാണ് സാധാരണ നിലക്കൊരു വരനെ തെരഞ്ഞെടുക്കേണ്ടതെന്നർത്ഥം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാത്രം പോരാ അവന്റെ മതരംഗത്തവൻ ദുർബലനാണെങ്കിൽ, നിസ്കാരത്തിന് മടിയനാണെങ്കിൽ, കുറച്ചൊക്കെ കഞ്ചാവടിക്കുന്നവനാണെങ്കിൽ, കുറച്ചൊക്കെ കള്ളു കുടിച്ചാൽ എന്താണെന്ന് ചിന്തിക്കുന്നവനാണെങ്കിൽ, അത്തരം ആളുകളെ ഒരിക്കലും വരനായി, തെറ്റ് ചെയ്യുന്ന ആളുകളെ വരനായി തെരഞ്ഞെടുക്കാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔ ഖസ്റ അനിൽ ഖിയാമി ഹഖ്ഖിഹാ. അല്ലെങ്കിലോ ആ സ്ത്രീയുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിൽ, സ്ത്രീയുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്വഭാവക്കാരനാണെന്ന് അവന്റെ ജീവിത രീതി കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുരുഷനെ ഒരിക്കലും തന്നെ നിന്റെ മകൾക്കോ സഹോദരിക്കോ ഒരു പെണ്ണിൽ നീ വരൻ നീ തെരഞ്ഞെടുക്കരുത്. വീണ്ടും മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔകാന ലാ യുകാഫിഹാ ഫീ നസബിഹാ. ഇതുപോലെ അവളുടെ തറവാടുമായി യോജിക്കാത്ത പുരുഷനെ അതാ ഭാര്യ ഭർത്താവായി വരനായി തെരഞ്ഞെടുക്കരുത്. തറവാട് എന്നൊരു വിഷയം ഇസ്ലാമിലുണ്ട്. അതില്ലെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർക്കതിനെ സംബന്ധിച്ച് വിവരമില്ല.
അതേ സമയത്ത് തറവാട് ഉണ്ടെന്ന് പറയുകയും തറവാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാത്തവരുമുണ്ട്. അവര് മനസ്സിലാക്കുന്നതും ശരിയല്ല. തറവാട് എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മഹത്വം കൊടുക്കുന്ന കുടുംബമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. തങ്ങന്മാര് ഏറ്റവും ഉന്നതമായ തറവാട്ടുകാരാണ്. അവരോട് തറവാട് കൊണ്ട് നമുക്കാർക്കും ഒക്കുകയില്ല. കാരണം അവര് ഖുറൈശി തറവാട്ടുകാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അത് ഉന്നതമായ തറവാടാണ്. അതുകൊണ്ട് തന്നെ ഒരു തങ്ങളുടെ മകൾക്ക് വിവാഹാലോചന നടത്തുമ്പോ തങ്ങന്മാരെ തന്നെ കിട്ടുമോ എന്നാണ് നോക്കേണ്ടത്. കാരണം അവരുടെ നസബ, അവരുടെ തറവാട് ഉന്നതമായ തറവാടാണ്. ഇനി അഥവാ തറവാട്ടിനൊക്കാത്ത മറ്റൊരു സാധാരണക്കാരന് ഒരു ബീവിയെ അഥവാ ഒരു തങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ, അത് ബാപ്പ തന്നെ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും അതേ ബാപ്പയുടെ ബാപ്പ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും അവർക്കാണല്ലോ മുജിബിറായ വലിയ എന്ന് പറയുന്ന വലിയ സ്ഥാനമുള്ളത്, സമ്മതമില്ലാതെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയുന്നത്. എന്നാലും ബാപ്പ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അവരാ പെൺകുട്ടിയുടെ സമ്മതം എടുത്തതിന് ശേഷമല്ലാതെ തറവാട്ടിന് യോജിക്കാത്ത ഒരു വരനെ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇത് വെറും തങ്ങന്മാർക്ക് മാത്രമുള്ള നിയമമല്ല. അതേ പെൺകുട്ടിയുടെ കൊപ്പുവെക്കാത്ത ഏത് വരനെ തിരഞ്ഞെടുക്കുമ്പോഴും, ഉദാഹരണത്തിന് വേണ്ടി പറയട്ടെ, ഒരാൾ ഒരു സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് സുന്നിയല്ലാത്ത ഭർത്താവ് കുപ്പുവെക്കുകയില്ലെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ബാപ്പയാണെങ്കിലും ശരി, ആ പെൺകുട്ടിക്ക് പ്രായമെത്തിയിട്ട് അവളോട് സമ്മതം ചോദിച്ചതിന് ശേഷമല്ലാതെ ബാപ്പ കൊണ്ടുപോയി സുന്നിയല്ലാത്ത വരനെ തെരഞ്ഞെടുത്ത് നിക്കാഹ് ചെയ്തു കൊടുത്താൽ നിക്കാഹ് തന്നെ സഹീഹല്ല, ശരിയല്ല. ആ ബന്ധം തന്നെ ശരിയല്ല. ഇങ്ങനെയാണ് കർമ്മശാസ്ത്രത്തിലെ നിയമം. ഇത് സഹോദരന്മാര് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കുഫുവെക്കാത്ത ഒരു ഭർത്താവിനെ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോ ആ പെണ്ണിന്റെ സമ്മതമില്ലാതെ പറ്റൂല. സമ്മതമുണ്ടാകണമെങ്കിൽ ആ പെണ്ണിന് പ്രായം തികയണം. എന്നിട്ട് അവളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവൾ സമ്മതിച്ചാലേ കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് തന്നെ നിക്കാഹ് സഹീഹാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ പറഞ്ഞു വന്നത്, അവരുടെ തറവാടിന് യോജിക്കാത്തവരാണെങ്കിൽ അവിടെ രണ്ട് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണ, തറവാട്ടിന് ഒരു ബഹുമാനവുമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്, ഖൈറുക്കും ഫിൽ ജാഹിലിയ്യതി ഖൈറുക്കും ഫിൽ ഇസ്ലാം. ഇദാ ഈമാനുണ്ടെങ്കിൽ തഖ്വയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാഹിലിയ കാലത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ ഉന്നത തറവാട്ടുകാരായി പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ഇസ്ലാമിൽ കടന്നതിന് ശേഷവും അവർ ഉത്തമന്മാര് തന്നെയാണ്, അവര് തറവാടുള്ളവര് തന്നെയാണ്. ഇസ്ലാമിൽ തീരെ തറവാട്ടിനെ നോക്കലില്ലെന്ന് പറയുന്നത് ശരിയല്ല. അതേസമയത്ത് ഈമാനില്ലെങ്കിൽ തഖ്വയില്ലെങ്കിൽ, അതേ ഈമാനില്ലെങ്കിൽ തഖ്വയില്ലെങ്കിൽ തറവാട്ടിന്റെ മഹത്വം പറയുന്നതിനൊരർത്ഥവുമില്ല. അബൂജഹൽ ഖുറൈശി തറവാട്ടുകാരനാണ്, അബൂലഹബ് ഖുറൈശി തറവാട്ടുകാരനാണ്. പക്ഷേ ഈമാനില്ല, തഖ്വയില്ല. അതുകൊണ്ട് തന്നെ ഈമാനും തഖ്വയുമില്ലാത്ത തറവാട് കൊണ്ട് അവർക്കൊരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല. എന്നാൽ സഹോദരന്മാരെ, മറ്റൊരു തെറ്റിദ്ധാരണയുണ്ടതെന്താണ്? തറവാട് എന്ന് പറഞ്ഞാൽ അത് കുറെ ധനാഢ്യന്മാരായ ആളുകൾ ജീവിച്ച കുടുംബമാണെന്ന് ചിലര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, കുറെ ധനാഢ്യന്മാരോ പ്രമാണിമാരോ ജീവിച്ചതുകൊണ്ട് ആ കുടുംബത്തിന് ഇസ്ലാമികമായ തറവാടിത്തമില്ല. പിന്നെയോ
പലപ്പോഴും ധനാഢ്യനും പ്രമാണിയുമായി ജീവിച്ച മനുഷ്യൻ ആ നാട്ടിലെ പാവപ്പെട്ടവന്റെ പറമ്പ് അതാ അക്രമമായി പിടിച്ചു രജിസ്റ്റർ ചെയ്യിപ്പിച്ചവനായിരിക്കും. ചിലപ്പോ സാധുക്കളോട് വാങ്ങിയത് കൊടുക്കാത്തവനായിരിക്കും. പാവപ്പെട്ടവനെ ആക്രമിച്ചവനായിരിക്കും. അത്തരം കുറെ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് ഒരു കുടുംബത്തിനും തറവാടിത്തമുണ്ടാകുന്നില്ല. പിന്നെ തറവാട് എന്ന് പറയുന്നത് എന്തിനാണ്? അതേ സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ച കുടുംബം, നല്ല മനുഷ്യന്മാര് ജീവിച്ച കുടുംബം, പടച്ചവനെ ഭയപ്പെടുന്ന അരിമീങ്ങളെ കുടുംബം, പടച്ചവനെ ഭയപ്പെടുന്ന ഭക്തിയുള്ള ജനങ്ങളുടെ കുടുംബം, ആ കുടുംബമാണ് ഇസ്ലാമിൽ തറവാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ നല്ല മനുഷ്യന്മാര് ജീവിച്ച കുടുംബത്തിൽ ജനിച്ച ഒരു പെണ്ണിനെ അതേതെങ്കിലും കുടുംബത്തിൽ കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ചാൽ അതുകൊണ്ട് കുസുവെക്കുകയില്ല എന്നാണ് പറഞ്ഞതിന് താല്പര്യം. ഇരിക്കട്ടെ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ തറവാടൊക്കാത്ത പെണ്ണിന് നിന്റെ പെൺകുട്ടിയെ അല്ലെങ്കിൽ സഹോദരിയെ, നിന്റെ ബന്ധപ്പെട്ട സ്ത്രീയെ നീ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അന്നികാഹു ലക്കുൻ ഫല്യൻദുർ അഹദുക്കും ഐന യവൽ കരീമതഹു. വാസ്തവത്തിൽ വിവാഹം കഴിക്കുന്നതോടെ ഭർത്താവിന്റെ കസ്റ്റഡിയിലേക്ക് വരികയാണ് ഭാര്യ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലേ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾ പുരുഷന്മാരുടെ നിയന്ത്രണത്തിലാണ്. അപ്പൊ പുരുഷന്റെ നിയന്ത്രണത്തിൽ വരുന്ന സ്ത്രീകളെ നമ്മളൊരു പുരുഷന് കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോ അത് ഏൽപ്പിക്കാൻ പറ്റുന്ന പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ലാതെ ആരും ഒരു പെണ്ണിനും വരനെ തെരഞ്ഞെടുക്കാൻ പാടില്ല. അവന്റെ മാന്യവതിയായ പെണ്ണിനെ, അവന്റെ മകളെ അല്ലെങ്കിൽ സഹോദരിയെ ആരുടെ കയ്യിലാണ് കൊടുക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. ഹദീസിൽ വന്നാലും വന്നില്ലെങ്കിലും ഏത് ബുദ്ധിയുള്ളവൻ ആലോചിക്കേണ്ട ഒരു തത്വം തന്നെയല്ലേ സഹോദരന്മാരെ അത്. ഇനി മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, വല്ലവനും അവന്റെ മകളെ കൊണ്ടുപോയി കല്യാണം കഴിച്ചു കൊടുത്താൽ വാലിമൻ, ഒരു അക്രമിയായ മനുഷ്യന്, ഒരു ഭീകരവാദിക്കോ തീവ്രവാദിക്കോ, അല്ലെങ്കിൽ അതാ ഹലാലും ഹറാമുമില്ലാതെ തെറ്റേരി ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഔപാസിക്കൻ, അല്ലെങ്കിൽ ഒരു തമ്മാടിക്ക്, നിസ്കരിക്കാത്തവന്, കള്ളുടിക്കുന്നവന്, വ്യഭിചരിക്കുന്നവന്, അങ്ങനെ തെറ്റ് ചെയ്യുന്നൊരു തമ്മാടിക്കോ തോന്നിവാസിക്കോ അല്ലെങ്കിൽ അക്രമം ചെയ്യുന്നവനോ ആരെങ്കിലും അവരുടെ മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ, ഔമുത്തനിയൻ, അല്ലെങ്കിൽ സുന്നിയായൊരു പെൺകുട്ടിയെ, സുന്നിയത്തായൊരു പെൺകുട്ടിയെ സുന്നിയല്ലാത്തൊരു ഭർത്താവിന് വല്ലവനും കൊണ്ടുപോയി വിവാഹം കഴിച്ചു കൊടുത്താൽ, ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഔ സാരിബ ഖംറിൻ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവന് വിവാഹം കഴിച്ചു കൊടുത്താൽ, ഫഖദ് ജനാ അലാ ദീനിഹി, അവന്റെ ദീനിന്റെ മേൽ, അവന്റെ മതത്തിന്റെ മേൽ അവൻ അക്രമം ചെയ്തവനായി, വതഅറദ ലിസഖത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കോപത്തിന്റെ മുമ്പിൽ പോയിരുന്നവനായി, അവൻ അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായി. എന്തേ കാരണം? ലിമാ ഖതഅ മിൻ ഹഖ്ഖിർ റഹ്മി വസൂഇൽ ഇഖ്തിയാർ, അവൻ കുടുംബബന്ധം മുറിച്ചവനാണ്. സ്വന്തം മകളോടുള്ള കുടുംബബന്ധം മുറിച്ചവനാണവൻ, സ്വന്തം പെങ്ങളോടുള്ള കുടുംബബന്ധം മുറിച്ചവനാണവൻ. കാരണം ദീനു നോക്കാതെ, വരന്റെ ദീനു നോക്കാതെ കള്ളുകുടിയനെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുത്തു, നിസ്കരിക്കാത്തവന് കെട്ടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ സുന്നിയായൊരു പെൺകുട്ടിയെ സുന്നിയല്ലാത്ത ഭർത്താവിന് കൊണ്ടുപോയി കെട്ടിച്ചു കൊടുത്തു. അവൻ അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായവനാണ്, അവനവന്റെ ദീനിന്റെ വിഷയത്തിൽ അക്രമം ചെയ്തവനാണ്, അവനവന്റെ കുടുംബബന്ധം മുറിച്ചവനാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തേ അവന് നല്ലത് തെരഞ്ഞെടുത്തുകൂടായിരുന്നു?
ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് പറഞ്ഞതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. സുന്നീയത്തായ പെൺകുട്ടിയെ സുന്നിയല്ലാത്ത ഭർത്താവിന് കെട്ടിച്ചു കൊടുത്താൽ അവൻ കുടുംബബന്ധം മുറിച്ചവനാണെന്നല്ലേ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതിനർത്ഥം സുന്നിയല്ലാത്തവരൊന്നും വിവാഹം കഴിക്കണ്ട എന്നല്ല, അല്ലെങ്കിൽ സുന്നിയല്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കപ്പെടണ്ട എന്നല്ല. അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സുന്നിയല്ലാത്ത പെൺകുട്ടിയെ സുന്നിയല്ലാത്ത ഭർത്താവ് വിവാഹം കഴിക്കട്ടെ. അതുപോലെ തന്നെ സുന്നിയായ പെൺകുട്ടിയെ സുന്നിയായ ഭർത്താവ് വിവാഹം കഴിക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും, ഒരു ഹിന്ദുമതക്കാരൻ ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിക്കട്ടെ, ഒരു ക്രിസ്തുമതക്കാരൻ ക്രിസ്തുമതത്തിൽ വിവാഹം കഴിക്കട്ടെ. അങ്ങനെ ആദർശ പൊരുത്തമുള്ളവർ തമ്മിൽ വിവാഹം നടന്നാൽ ആ കുടുംബത്തിന് സമാധാനമുണ്ട്, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ശല്യങ്ങളില്ല. അല്ലെങ്കിലോ നിങ്ങളൊന്ന് നോക്കൂ, അല്ലെങ്കിലോ ബാപ്പ മരിച്ച വീട്ടുന്നതാ, ബാപ്പ മരിച്ചപ്പോ ഒരൽപ്പം ഒരു സൂറത്തുൽ ഫാത്തിഹ ഒരു ദുആ ചെയ്യാമെന്ന് ഭാര്യ കരുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ, അബ്ശിറു ബിനൂറൈനി ഊതീതഹുമാ ലം യൂതഹുമാ നബിയ്യുൻ ഖബ്ലക ഫാത്തിഹത്തുൽ കിതാബി വഖവാതീമു സൂറത്തുൽ ബഖറ ലം തഖറ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഊതീതഹു. ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബാപ്പ മരിച്ചിട്ട് മയ്യത്തിന്റെ സമീപത്തിരുന്ന് ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സ്വന്തം ഭാര്യ ദുആ ചെയ്യുമ്പോ ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് താഴ്ത്തടി കൈ നിർത്തടി ദുആ എന്നൊരു ഭർത്താവ് പറഞ്ഞാൽ ആ പെണ്ണിന്റെ വേദന എത്രയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവൾ ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി കയറിപ്പോകുമ്പോ ഇവനതാ ഞാൻ തൊട്ടതിന് ശേഷം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞവളെ ഒതു ബാപ്പിലാക്കിയാൽ ആ പെണ്ണിന്റെ വേദന എത്രയാണ്. അവളതാ ബാപ്പന്റെ പേരിൽ ഒരു 10 ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ പാടില്ലെന്ന് പറഞ്ഞാൽ അവളെ വിഷമം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആദർശ പൊരുത്തമില്ലാത്തവർ തമ്മിൽ വിവാഹം നടക്കുമ്പോൾ വിഷമങ്ങളാണ്. ഇതുപോലെ സുന്നിയല്ലാത്ത ഒരു പെൺകുട്ടിയെ ഒരു ഭർത്താവ് വിവാഹം കഴിച്ചിട്ട് ആ ഭർത്താവ് അവളോട് നീ വീട്ടിലിരിക്കോ, നീ ളുഹ്ർ നിസ്കരിക്കൂ എന്ന് പറയുമ്പോ ഇല്ല ഞാനിങ്ങ് ജുമാക്ക് പോവുകയാണ്, നിങ്ങൾ അപ്പുറത്തെ പള്ളിയിൽ പോയിക്കോ, ഞാൻ ഇപ്പുറത്തെ പള്ളിയിലേക്കാ പോകുന്നത് എന്ന് പറഞ്ഞു പോയാൽ അവന്റെ വേദന എത്രയാണ്, അവന്റെ മനപ്രയാസം എത്രയാണ്, അവൻ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യനായില്ലേ. അതുകൊണ്ട് തന്നെ ആശയ പൊരുത്തമില്ലാത്തവർ തമ്മിൽ, ആദർശ പൊരുത്തമില്ലാത്തവർ തമ്മിൽ നടക്കുന്ന വിവാഹം സമാധാനം കെടുത്തുന്ന വിവാഹമാണ്. ഒരു മകളുടെ സമാധാനം മരിക്കുന്നത് വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലോ ഒരാൾ വിവാഹം കഴിപ്പിക്കേണ്ടത്. മകനും അതാ സമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിലല്ലല്ലോ വിവാഹം കഴിക്കേണ്ടത്. എന്നാൽ ഇത്തരം വിഷയം പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കുടുങ്ങിയ ചില സന്ദർഭങ്ങളുണ്ട്. കുടുങ്ങിയാലുള്ള മസല മറ്റൊന്നാണ്. അതേത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നിയമം. ഞാനതിനൊരു ചെറിയ ഉദാഹരണം പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയേ ഇന്ന ഇംറഅതി ലാ തറുദ്ദു യദ ലാമിസിൻ, എനിക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യ തൊടുന്ന ആരെയും തിരിച്ചേക്കാത്ത ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ ഏത് പുരുഷൻ വന്ന് വിളിച്ചാലും അവളങ്ങ് ഇറങ്ങിപ്പോകും, ആര് വന്ന് കൈപിടിച്ചാലും കൂടെ പോകും. അങ്ങനത്തെ ഒരു ഭാര്യയുണ്ട് എനിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് തന്നെ പറഞ്ഞു, തല്ലിഖ്ഹാ, അങ്ങനെ കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെണ്ണാണെങ്കിൽ അവളെ നീ വിവാഹമോചനം നടത്തി ഒഴിവാക്കി കളയൂ. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി, ഇന്നി ഉഹിബ്ബുഹാ, എനിക്കവളോട് സ്നേഹമാണ് നബിയേ. സംഗതി ഞാൻ അവളെ സ്നേഹിച്ചു പോയി. അവളാണെങ്കിലോ അവളതാ ആര് വന്ന് വിളിച്ചാലും കൈപിടിച്ചാ പോകുന്ന പെണ്ണാണ്. പക്ഷേ ഞാനവളെ തലാഖ് ചൊല്ലണമെന്ന് തങ്ങൾ പറഞ്ഞു. നബിയെ എനിക്കവളോട് താല്പര്യമാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അംസിക്ഹാ, എന്നാൽ അവളെ നീ തലാഖ് ചൊല്ലണ്ട, നിന്റെ ഭാര്യയായി തന്നെ നിലനിർത്തിക്കോ.
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അവള് ചെയ്യുന്ന തെറ്റിന് അംഗീകാരം കൊടുത്തതല്ല, മറിച്ച് ഇവളൊരു നല്ല ഭംഗിയുള്ള ഒരു പെണ്ണാണ്, അവൾ ആര് വന്ന് കൈപിടിച്ചാലും പോവുകയാണ്. ആ പെണ്ണിനോട് ഈ ഭർത്താവിന്റെ മനസ്സിന് സ്നേഹമുണ്ട്, പക്ഷേ അവള് ശരിയില്ല. അപ്പൊ നീ തലാഖ് ചൊല്ലൂ എന്നാദ്യം നിർദ്ദേശം നൽകി. തലാഖ് ചൊല്ലൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ അവിടുന്ന് മറുപടി ഒന്ന് മാറ്റി. അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഇയാൾ കുടുങ്ങിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് അംസിക്ഹ, അവളെ നീ പിടിച്ചു നിർത്തിക്കോ. കാരണം അവളെ അദ്ദേഹം തലാഖ് ചൊല്ലിയാൽ ചിലപ്പോ അയാളോടും ഹറാമായ നിലക്ക് അവളെ സമീപിച്ചു പോകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റുള്ളവർ സമീപിക്കുന്നത് ഹറാമാണെങ്കിലും അദ്ദേഹം സമീപിക്കുന്നത് ഹറാമല്ല. അതുകൊണ്ട് അയാളും കൂടി ഹറാം ചെയ്തു പോകണ്ട എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംസിക്ഹ എന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്, നമ്മൾ ചിലപ്പോൾ ഡോക്ടർമാർ കാല് മുറിച്ച് കളയാൻ വേണ്ടി പറയാറുണ്ട്. അതിനർത്ഥം മുറിച്ച കാലൊക്കെ നല്ലതാണെന്നല്ല, മറിച്ച് കാല് മുറിച്ച് ശരീരം രക്ഷപ്പെട്ടാനാണ്. കൈ മുറിക്കാൻ പറയാറുണ്ട്, പല്ലെടുക്കാൻ പറയാറുണ്ട്, ചിലപ്പോൾ അതേ താടിയുടെ എല്ലെടുത്ത് കളയാൻ പറയാറുണ്ട്. അല്ലാഹു കാക്കട്ടെ. അതെന്തിനാ? ശരീരം ബാക്കിയുള്ളത് നിലനിർത്താനാ. ഇതുപോലെ ഒരു വസ്തു കുടുങ്ങിയാലുള്ള മസല അത് മറ്റൊന്നാണ്, യഥാർത്ഥത്തിൽ നേർക്കുനേരെയുള്ളതാണ്. ഞാൻ ഇതുവരെ വിശദീകരിച്ച ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞ നിയമം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഒരാൾ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ സുന്നിയത്തായ പെണ്ണിനെ തന്നെ വിവാഹം കഴിച്ചു, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ആശയം മാറിപ്പോയി, അല്ലെങ്കിൽ ഭർത്താവിന്റെ ആശയം മാറിപ്പോയി. എന്നാൽ അത്തരം ആളുകൾ കുടുങ്ങിയവരാണ്. അവർക്ക് കൂട്ടുജീവിതം നയിക്കാതെ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണെങ്കിൽ, തെറ്റുകൾ വന്നു പോകുമെങ്കിൽ അവർക്ക് ആ കൂട്ടുജീവിതം തുടരാം. അതേ സമയത്ത് അവനവന്റെ ആഖിറത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ പാടുള്ളൂ. ഇതെല്ലാവർക്കും ബാധകമാണ്, ഒരു കക്ഷിക്ക് മാത്രം ബാധകമല്ല. സുന്നിയല്ലാത്ത ഒരാളാണ് നോക്കുക, അവർക്കും ഒരു ബാധകമാണ്. കാരണം അവർ സുന്നിയായ പെൺകുട്ടി വിവാഹം കഴിച്ചു, അവരെ ദൃഷ്ടിയിൽ മങ്കൂസ് മൗലിദ് ഇസ്ലാമെന്ന് പുറത്തു. അപ്പൊ ഇവൾ വന്ന അന്ന് തന്നെ കല്യാണം കഴിച്ച അന്ന് തന്നെ ഒരു മങ്കൂസ് മൗലിദ് ഓതാൻ നേർച്ചുണ്ട്. ഇവൾ ആദ്യത്തെ ദിവസം തന്നെ മൗലിദ് അവിടെ വെച്ചൊരു മങ്കൂസ് മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ തേടുന്ന ഈ പദ്യം ചൊല്ലുമ്പോ അതാ അവന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ ഭാര്യ അതാ അബൂജഹലിനെക്കാണ് അപ്പുറത്തായി പോയി, അബൂജഹലിനെക്കാണ് അപ്പുറം അതാ ഇസ്ലാമെന്ന് പുറത്തുപോയി. പിന്നെ ഇവന്റെ മനസ്സിനൊരു വിഷമം, കാരണം പഠിച്ചവനൊരു മുസ്ലിമായ പെണ്ണിനെ കിട്ടിയില്ലല്ലോ, അബൂജഹലല്ലേ എന്റെ പെണ്ണ്. സുബ്ഹാനല്ലാഹ്, അവനും പ്രശ്നമായില്ലേ, അവനും പ്രശ്നമായില്ലേ. നേരെ മറിച്ച് അവൻ അവന്റെ കൂട്ടത്തിൽപ്പെട്ടതിനെയും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടതിനെയുമാണ് സ്വീകരിച്ചതെങ്കിൽ ഈ പ്രശ്നം വരാനുണ്ടോ സഹോദരന്മാരെ? വീട്ടുന്നതാ അവളതാ പള്ളിയിലേക്ക് പോകാനിറങ്ങുന്നു, അവൻ പറയുന്നു പോകാൻ പാടില്ല, ജുമഅക്ക് പോകാൻ പാടില്ല. അപ്പൊ മക്കളുടെ മുമ്പിൽ വെച്ച് രണ്ടാളും തമ്മിൽ തല്ലുകൂടുന്നു, മക്കളെല്ലാരും കൂടി പൊട്ടിക്കരയുന്നു, ബാപ്പയുമ്മയും കൂടി തല്ലുകൂടുകയാണ്. എന്താണ് പള്ളിയിൽ പോകരുത് എന്നവനും ഞാൻ പോയേ പറ്റൂ എന്ന് അവളും. സുബ്ഹാനല്ലാഹ്, മക്കൾ കരയുന്നു. ഈ സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആദർശപ്പൊരുത്തമില്ലാത്തവർ തമ്മിൽ വിവാഹം നടന്നതുകൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ജീവിതം നയിക്കാൻ സുന്നികളെ തെരഞ്ഞെടുക്കുക, സുന്നി അല്ലാത്തവർ അവരെ കൂട്ടത്തിൽപ്പെട്ടവരെ തെരഞ്ഞെടുക്കുക. അങ്ങനെ ഓരോ കക്ഷികളും അവരവരെ കക്ഷികളെ തെരഞ്ഞെടുക്കുക. ആശയപരമായി എന്നാ സമാധാനപരമായ വൈവാഹിക ജീവിതം നയിക്കാം. ഇതിനപ്പുറം പലപ്പോഴും വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. ഇനിയൊരു ഭർത്താവിന് നല്ല വിവരവും തന്റെ ഇടവും ഉണ്ടായിട്ട് അവൾക്ക് അതാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളൊക്കെ ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും അവളെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും ബോധ്യമുണ്ടെങ്കിൽ അവന്റെ നിയമത്തിനും വ്യത്യാസമുണ്ടാകാം. പക്ഷേ അതൊരിക്കലും
ആണെങ്കിലും തന്നെ ചക്ക മുറിച്ചു വെച്ച സ്ഥലത്ത് ഈച്ച പോയി വീഴുന്നത് പോലെ ഈച്ച പോയി വീഴുന്ന ചക്ക എടുക്കാനാണെങ്കിലും ഈച്ച അതിന്റെ മേലെ കുടുങ്ങിപ്പോകലാണ് പലപ്പോഴും പതിവ്. അതുപോലെ ചക്ക മുറിച്ചു വെച്ച സ്ഥലത്ത് ഈച്ച വീണതുപോലെ ആയി പോകുമെങ്കിൽ അത് അപകടമാണ് കേട്ടോ. അവനവന്റെ ആഖിറത്തിന് അപകടമാണ്. ഇനി ഇരിക്കട്ടെ സഹോദരന്മാരെ, എപ്പോഴും അതാ തെഹ്വയുള്ള വരന്മാരെ തെരഞ്ഞെടുക്കുക, തെഹ്വയുള്ള സ്ത്രീകളെ തെരഞ്ഞെടുക്കുക. സ്ത്രീകളെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറയട്ടെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് വിവാഹം അനുവദിക്കപ്പെടുന്ന സ്ത്രീകളാരാണ് എന്നതിനെ കുറിച്ചാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകളെ കൂട്ടത്തിൽ ഒഴിവാക്കിയാൽ നല്ലതാണ്. അതായത് വിവാഹം നടത്തുമ്പോൾ ആ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ നല്ലതാണ്. അങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട്. വിവാഹം കഴിച്ചതിന് ശേഷം ഇനി മേലിൽ ഞാൻ പറയുന്ന വല്ല തകരാറും ഉണ്ടെങ്കിൽ ആ തകരാറിന്റെ പേരിൽ വിവാഹമോചനം നടത്തണം എന്നല്ല, അത് ഞാൻ അഡ്വാൻസ് ആയി തന്നെ പറയാം. വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അങ്ങനെയുള്ള ഒരു 10 കാര്യം ഞാൻ ആദ്യമായി പറയട്ടെ. അതിൽ 6 കാര്യം അറബികൾ സാധാരണ പറഞ്ഞു വരുന്നതാണ്. 4 കാര്യം മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സായിഹുൽ അബ്ദി എന്ന് പറഞ്ഞ മഹാന് അത് ആത്മീയമായ യാത്രയിൽ പറഞ്ഞു കൊടുത്തതാണ്. ഈ 10 കാര്യങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു എടുത്തു തിരിച്ചിട്ടുണ്ട്. ബക്കറ്റും കൊണ്ട് വരുന്നത് വെള്ളം കോരാനൊന്നുമല്ല, നിങ്ങളോടൊക്കെ നല്ല സംഭാവന വാങ്ങാനാണ്. അതിന് നിങ്ങളെല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം, നല്ല ആത്മാർത്ഥമായി സംഭാവനകൾ നൽകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബക്കറ്റ് പിരിവിന് വരുമ്പോ ഒരു കവർ നിങ്ങൾക്ക് വിതരണം ചെയ്യും. ആ കവറിൽ നല്ല തുകകൾ ഇട്ട് എല്ലാവരും കൊണ്ടുവരണം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. മറ്റന്നാള് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വാഴ് ഇപ്പോൾ അവസാനിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സിറാജുൽ ഹുദക്ക് ഒരു മാസത്തിൽ ചെലവ് കഴിക്കണമെങ്കിൽ 25 ലക്ഷം ഉറുപ്പികയോളം ചെലവിന് വേണം. ഒരു മാസത്തിൽ ചെലവ് കഴിയാൻ സിറാജുൽ ഹുദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇത് മാത്രമല്ല സിറാജുൽ ഹുദ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം നമുക്കറിയാം തൊട്ടിൽപ്പാലം റോഡ്, അവിടെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്. ദേവാ കോളേജും മറ്റൊരുപാട് സ്ഥാപനങ്ങളും ഇനി ഇവിടെ വരാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ നിർമ്മാണങ്ങളും സ്ഥലം വാങ്ങുന്ന കേസും ഉൾപ്പെടാതെ ദൈനംദിന ചെലവിൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇവിടെ മാത്രമല്ല നാദാപുരത്തും പാറക്കടവിലും അങ്ങനെ പല സ്ഥലത്തും എത്രയോ കുട്ടികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ താമസിച്ചു പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ സിറാജുൽ ഹുദയുടെ കീഴിൽ 600-ലധികം സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ചെറിയ ശമ്പളമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ 10-50ഓളം പള്ളികളിൽ സേവനം ചെയ്യുന്നവരുണ്ട്. കരണ്ടിന്റെ പൈസ അടക്കേണ്ടതുണ്ട്, ടെലിഫോണിന്റെ പൈസ അടക്കേണ്ടതുണ്ട്. ആകയാൽ സിറാജുൽ ഹുദക്ക് 10-25 ലക്ഷം ഉറുപ്പികയോളം ഒരു മാസത്തിൽ ചെലവിന് വേണം. അല്ലാഹു തആല വലിയ നിഅ്മത്ത് ചെയ്തതുകൊണ്ട് കുറെ നേർച്ച കിട്ടുന്നുണ്ട്. ഒരു 5-8 ലക്ഷം ഉറുപ്പിക ഒരു മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയായതുകൊണ്ട് സന്ദർശകരുടെ ദിനമായതുകൊണ്ട് ഒരുപാട് ആളുകൾ എന്റെ സമീപത്ത് വന്നിരുന്നു. മക്കളില്ലാത്ത പലരും കുട്ടിയുണ്ടായിട്ട് മക്കളെ ഇന്ന് എടുത്തു വന്നവരുണ്ട്. ഈ കുറ്റിയാടിക്കടുത്തുള്ള ഒരാൾ കുട്ടിയുണ്ടായി ആ കുട്ടിയെയും കൂട്ടിവന്ന് ഒരു പവന് തന്നു. വേറെ ഒരാളും വലിയൊരു സ്വർണ്ണമാല തന്നു, വേറൊരാൾ സ്വർണ്ണമാല തന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് തന്നെ കുട്ടികളില്ലാഞ്ഞിട്ട് നേർച്ച ചെയ്ത് 10-20 ഒക്കെ വർഷം കഴിഞ്ഞ് മക്കളില്ലാത്തവർ മക്കളുണ്ടായിട്ട് കുട്ടികളെ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പല രോഗങ്ങളും മാറിയിട്ട് നേർച്ച കൊണ്ടുവന്നവരുണ്ട്. അല്ലാഹു തആല വലിയ ബർക്കത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ സദസ്സിൽ തന്നെ വേറെ പല നാടുകളിൽ നേർച്ച തരാൻ വേണ്ടി വന്നവർ കുറച്ച് ആളുകൾ കേട്ട് പോകാൻ പറഞ്ഞിരുന്നവരുണ്ട്. അല്ലാഹുവേ, ഇന്ന് വന്ന് നേർച്ചകൾ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. നിനക്കറിയാം, ഏകദേശം 1 ലക്ഷം ഉറുപ്പികയുടെ മേലെ ഇന്ന് എന്റെ കയ്യിൽ നേർച്ച സംഖ്യയും സ്വർണവുമായി നീ തന്നിട്ടുണ്ട്. അവരിൽ പലരും പല ഉദ്ദേശങ്ങളുമുള്ളവരാണ്. അവരുടെ എല്ലാം പെട്ടവരാണ്. അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനെ. ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊക്കെ സഹകരിക്കണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന്
കിട്ടുന്നതിൽ ബിസിനസ്സിൽ ഒരു ചെറിയ വിഹിതം, ലാഭവിഹിതം സിറാജുൽ ഹുദക്ക് തരുന്നവരുണ്ട്. എടുക്കുന്ന ജോലിയിൽ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ചെറിയ വിഹിതം മാസത്തിൽ അവിടെയുള്ള നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഖൈറും ബർക്കത്തും നിന്റെ കാവലും നീ തരണം റഹ്മാനെ. ഹലാലായത് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സഹോദരിമാരെ, സഹോദരന്മാരെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഒരു 6 സ്ത്രീകൾ അവർ വിവാഹത്തിന് ഗുണകരമല്ല. ഒന്ന് അന്നാന, മറ്റൊന്ന് മന്നാന, വേറൊന്ന് ഹന്നാന, മറ്റൊന്ന് ഹദ്ദാഖ, വേറൊന്ന് ബർറാഖ, വേറൊന്ന് സദ്ദാഖ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നാന എന്ന് പറയാൻ എപ്പോ നോക്കിയാലും എനങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അതാണ് അന്നാന എന്ന് പറഞ്ഞത്. എപ്പോ നോക്കിയാലും തലവേദന, എപ്പോ നോക്കിയാലും വേവലാതി, ഒരിക്കലും ഒരു സമാധാനമുള്ള വർത്താനം പറയൂല. അതാണ് അന്നാന എന്ന് പറഞ്ഞത്. മറ്റൊന്നാണ് മന്നാന. മന്നാന എന്ന് പറഞ്ഞാലോ എപ്പോഴും എടുത്തു പറയുന്നവള്. നിങ്ങൾക്കത് ഞാനല്ലേ ശരിയാക്കുന്നത്, എന്റെ ഉപ്പയല്ലേ നിങ്ങൾക്കത് ശരിയാക്കുന്നത്, ഉപ്പ വിസാരിച്ചിട്ടല്ലേ നിങ്ങൾ പോയത്. ഇങ്ങനെ അവളെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടിയത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ചില സ്ത്രീകൾ, അതാണ് മന്നാന. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ അധ്വാനിച്ചു, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അതാണ് മന്നാന. പിന്നെ ഹന്നാന. ഹന്നാന എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹന്നാന എന്ന് പറഞ്ഞാൽ അവൾക്ക് നേരത്തെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു പറയൂ, അവളെ മനസ്സിപ്പോഴും അവിടെ തന്നെയുള്ളത്. അല്ലെങ്കിൽ നേരത്തെയുള്ള ഭർത്താവിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയോട് ഒരു പ്രത്യേക താല്പര്യമാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഹന്നാന എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഹദ്ദാഖ. ഹദ്ദാഖ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് എന്ത് കണ്ടാലും അതവർക്ക് കിട്ടണം, അതവർക്ക് വാങ്ങിക്കൊടുക്കണം. ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഹദ്ദാഖ എന്ന് പറയുന്നത്. ഏത് സാധനം കണ്ടാലും അതെനിക്കും വേണം, അതിവിടെയും വേണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അവർക്കാണ് ഹദ്ദാഖ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബർറാഖ. ബർറാഖ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഖത്ത് എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് എപ്പോഴും മുഖം മിനിച്ച് നടക്കുന്ന പെണ്ണ്. അതായത് ഒറിജിനൽ ഭംഗിയല്ല, ഭംഗിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് ഭംഗിയാണ്. അങ്ങനെ എപ്പോഴും റെഡിമെയ്ഡാക്കി നടത്തുന്ന സ്ത്രീക്കാണ് ബർറാഖ എന്ന് പറയുന്നത് ഒരഭിപ്രായം. മറ്റൊന്ന്, അവളെ തീറ്റയൊക്കെ റെഡിയിൽ നടക്കണം, ശരിക്ക് കഴിക്കണം, മറ്റുള്ളവർക്ക് അവനും കുട്ടിയോ കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, അങ്ങനത്തെ സ്ത്രീകൾക്കും ബർറാഖ എന്ന് പറയുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. മറ്റൊന്ന് സദ്ദാഖ. സദ്ദാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എപ്പോ നോക്കിയാലും തൊള്ള നിറയെ എപ്പോഴും അവളെ പ്രസംഗം കൊണ്ടും കയറാൻ കഴിയില്ല. എപ്പോ നോക്കിയാൽ അവൾക്ക് കുറെ പറയാനുണ്ട്. ഇങ്ങനെ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അവർക്കാണ് സദ്ദാഖ എന്ന് പറയുന്നത്. ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ ഒഴിവാക്കുന്നത്, വിവാഹം കഴിച്ചിട്ട് ഒഴിവാക്കുന്നതല്ല പറഞ്ഞു. വിവാഹം കഴിച്ചതിന് ശേഷം ഇങ്ങനത്തെ ദുസ്വഭാവം ഉണ്ടെങ്കിൽ ക്ഷമിച്ചു നിൽക്കുകയാണ് വേണ്ടത്. കഴിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ളത് കുടുങ്ങാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇനി ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ 4 കാര്യം: മുഖ്തലിഅ, മുബാഹിയ, ആഹിറ, നാജിസ്. എന്താണ് മുഖ്തലിഅ എന്ന് പറഞ്ഞാൽ? എപ്പോഴും എന്നെയും ഒഴിവാക്കിയേ എന്ന് പറയുന്ന ചില സ്ത്രീകൾ, അതാണ് മുഖ്തലിഅ. ഖുൽഇനെ തേടുന്നവർ, വേണമെങ്കിൽ എന്തും തരാം, ഒന്നും ഒഴിവാക്കി തന്നാ മതി എന്ന് പറയുന്ന സ്ത്രീകൾ, അതാണ് മുഖ്തലിഅ. മറ്റൊന്ന് മുബാഹിയ. മുബാഹിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുനിയാവിന്റെ വിഷയം പറഞ്ഞ് പവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അതായത് എവിടെയും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. അത് എപ്പോഴും കാണാം. ഒരു 2 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവൾക്ക് ഇപ്പം പറയാനുള്ളത് അവളെ പുരയിലെ അവളെ ഭർത്താവിന്റെ പവർ, അവളെ മകന്റെ പവർ, അവളെ പുരേന്റെ പവർ, അവളെ മകൻ കൊണ്ടുവന്ന സാധനത്തിന്റെ പവർ, ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന സ്ത്രീകൾ, അതാണ് മുബാഹിയ എന്ന് പറഞ്ഞത്. മുബാഹിയ. മറ്റൊന്ന് ആഹിറ. ആഹിറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ വലാ മുത്തഖിദാത്തി അഖ്ദാൻ എന്ന് പറഞ്ഞു. അതെ, അതായത് ബോയ് ഫ്രണ്ടുള്ള സ്ത്രീകൾ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ അവൾക്ക് സുഹൃത്തുക്കളുണ്ട്, കാമുകന്മാരുണ്ട്. അങ്ങനെ ബോയ് ഫ്രണ്ടുള്ള പെൺകുട്ടിയാണോ വിവാഹത്തിന് തെരഞ്ഞെടുക്കുകയേ ചെയ്യരുത്. വളരെ അപകടം പിടിച്ച പെണ്ണ. മറ്റൊന്ന് അന്നാശിസ്. എപ്പോ നോക്കിയാലും വർത്തമാനം കൊണ്ടാണെങ്കിലും ശരി, പ്രവർത്തനം കൊണ്ടാണെങ്കിലും ശരി, ഭർത്താവിനെ, പുരുഷനെ മുൻകടക്കുന്ന സ്വഭാവക്കാരി.
അങ്ങനെ ഉണ്ടല്ലോ ചില സ്ത്രീകൾ, അതെ, സ്വന്തം ഭർത്താവും അതേപോലെ തന്നെ മകന്റെ സ്വന്തം ഭർത്താവും മകന്റെ ഭാര്യയുടെ ബാപ്പയും രണ്ടാളും കൂടി ഇരുന്നിട്ട് മകനും മകന്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പോ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ വന്നിട്ട് ഈ സ്വന്തം ഭർത്താവും അവരെ മകന്റെ ഭാര്യയുടെ മകന്റെ അമ്മോച്ചനും അവരിങ്ങനെ വർത്താനം പറയുമ്പോ അകത്ത് വന്ന് നിന്നിട്ട് ആണുങ്ങൾ സംസാരിക്കുമ്പോ അവളെ വകയിൽ കുറെ അങ്ങനെ പുരുഷന്മാര് സംസാരിക്കുമ്പോ കയറി സംസാരിക്കുന്ന സ്ത്രീകൾ, അതുപോലെ പുരുഷന്മാരെ കടത്തിവെട്ടുന്ന പ്രവർത്തനങ്ങളും പുരുഷന്മാരെ കടത്തിവെട്ടുന്ന വാക്കുകളും സംസാരിക്കുന്ന സ്ത്രീകൾ, അത്തരം സ്ത്രീകൾ ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ അവനെ അവൾ അടക്കി ഭരിക്കും, അവന്റെ കുടുംബവുമായി അവനെ അവൾ തെറ്റിക്കും, അവനുമായി ബന്ധപ്പെട്ടവരുമായി അവൻ തെറ്റിക്കും. അങ്ങനെ അവന്റെ ജീവിതത്തിന്റെ നേരത്തെയുള്ള നന്മകൾ പലതും ഇവരുടെ ഭരണം കാരണത്താൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ബാപ്പയുമായി തെറ്റിയിട്ടുണ്ടാവും, ഉമ്മയുമായി തെറ്റിച്ചിട്ടുണ്ടാവും, പെങ്ങന്മാരുമായി തെറ്റിച്ചിട്ടുണ്ടാവും. അങ്ങനെ നാവുള്ള ചില സ്ത്രീകൾ, അത്തരം സ്ത്രീകളെയും മുജാഹ സമയത്ത് തെരഞ്ഞെടുക്കരുത് എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എടുത്ത് ധരിച്ചിട്ടുള്ളത്. ഇനി വേറെ ഒരു 11 പേര് വിവാഹത്തിന് തെരഞ്ഞെടുക്കാൻ പറ്റാത്ത അഥവാ നല്ലതല്ലാത്ത ഒരു 11 പേരെയും കൂടി ഞാൻ പറയട്ടെ. മക്റൂഹത്തുൻ ബിന്ദുദ്ദിനാവൽ ഫാസിഖി ലഖീഖത്തുൻ മജ്ഹൂലത്തുൻ മിൻ ലാഹിഖി. ഉമർ ഖാദി റഹിമഹുല്ലാഹ് പറയുകയാണ്, വ്യഭിചാരത്തിൽ ജനിച്ച പെൺകുട്ടി കറാഹത്താണ്. വ്യഭിചാരത്തിൽ ജനിച്ച പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിൽ അതാ വിവാഹത്തിന് കുഴപ്പമില്ല, പക്ഷേ അത് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. വൽ ഫാസിഖി, അതുപോലെ തോന്നിവാസിയും തെമ്മാടിയുമായ മനുഷ്യന്റെ മകൾ, അതും കറാഹത്താണ്. ഒരു പെൺകുട്ടിയെ ഒരു കുഞ്ഞിനെ എവിടുന്നോ കളഞ്ഞു കിട്ടിയിരിക്കുന്നു. ആ കുട്ടിയുടെ ബാപ്പ ഏതാണെന്നതിനെപ്പറ്റി വിവരമില്ല. അത്തരം കുട്ടിയും കറാഹത്താക്കപ്പെട്ടതാണ്. വഹാമിലുമ്മി നസ്ജിനകദാലിക മക്രൂഹത്തുൻ ലാ ഹുർമത്തുൻ ഫീ ദാലിക. ഇതുപോലെ വ്യഭിചാരം മുഖേന ഗർഭിണിയായ പെണ്ണ് ആ ഗർഭം നശിക്കട്ടെ നശിക്കാതിരിക്കട്ടെ, പ്രസവിക്കട്ടെ പ്രസവിക്കാതിരിക്കട്ടെ, അതേ വ്യഭിചാരത്തിൽ ഒരിക്കൽ ഗർഭിണിയായ പെണ്ണാണെങ്കിൽ ആ പെണ്ണും കറാഹത്താണ്, ഹറാമെന്ന് പറഞ്ഞുകൂടാ. ഇനിയോ നാലാമത്തത് വബിൻതുഹു മിനസ്സിന യഹില്ലുല നികാഹുഹാ ലകിന്നഹാ തുക്റഹുല. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വ്യഭിചരിച്ചു. ആ വ്യഭിചരിച്ചതിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. എന്നാൽ ആ പെൺകുഞ്ഞിന്റെ ബാപ്പയായി ആ വ്യഭിചാരിയെ ഇസ്ലാം അംഗീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതേ അൽ വലദു ലിൽ ഫിറാസ് വലിൽ ആഹിരിൽ ഹജറു. അതേ, ഒരിക്കലും തന്നെ വ്യഭിചരിച്ച മനുഷ്യന് കുട്ടിയെ കൊടുക്കാൻ അവകാശമില്ല. കുട്ടി വിരുപ്പിന്റേതാണ്, ആ ഉമ്മയുടെ കുട്ടിയാണ്. അതേസമയത്ത് അവന്റേതല്ല. വ്യഭിചാരിക്ക് കുട്ടിയല്ല, അവന് വാസ്തവത്തിൽ കല്ലാണ് കൊടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആകയാൽ വ്യഭിചാരിയുടെ ബീജത്താൽ ജനിച്ച കുട്ടി, ആ കുട്ടി അവന് ഹറാമാണെന്നും കറാഹത്താണെന്നും രണ്ടു നിലക്കും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതാണ് മറ്റൊന്ന്. വഹാകദാ മുർതാബതുൻ യഹ്മീലുഹാ ബദൻഖിളായി ഹിദ്ദത്തിൻ മിൻ ബഅലിഹാ. നേരത്തെ അവളൊരു ഭർത്താവിന്റെ കീഴിൽ ഭാര്യയായിരുന്നു. അവൻ വിവാഹമോചനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ അവൻ മരിച്ചപ്പോൾ അവൾ കാത്തിരിക്കേണ്ട സമയമാണ് ഇദ്ദകാലം എന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ ഇദ്ദകാലം കഴിഞ്ഞു, എന്നാലും അവൾക്ക് ഗർഭമുണ്ടോ എന്ന സംശയത്തിലിരിക്കുന്നു. എന്നാൽ അവളെയും വിവാഹം കഴിക്കുന്നത് നല്ലതല്ല. ഇന്നത്തെ കാലത്ത് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പരിശോധിക്കാനൊക്കെ വകുപ്പുകളുള്ളത് കൊണ്ട് അതുണ്ടാകാൻ സാഹചര്യം വളരെ കുറവാണ്. ബരീഅത്തുൽ ജമാലി ഉൻസാ മുൻകറ ഇദ് നഹ്വഹാ തംതദു ഐനുൽ ഫജറാ.
മറ്റൊന്ന് അമിത ഭംഗിയുള്ള സ്ത്രീ. ഭംഗിയുള്ള സ്ത്രീ വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. അതേസമയത്ത് അമിതമായ ഭംഗിയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് നല്ലതല്ല. എന്താ കാരണം? അമിതമായ ഭംഗിയുള്ള സ്ത്രീയാകുമ്പോൾ ഒരുപാട് തോന്നിവാസികളുടെ കണ്ണ് അവളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾ കണ്ണുവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമിതമായ ഭംഗിയുള്ള സ്ത്രീ വിവാഹത്തിന് ഗുണകരമല്ല. എന്ന് പറയുന്ന സ്ത്രീ, സഹ്ബറ എന്ന് പറയുന്ന സ്ത്രീ ആരാണ്? സഹ്ബറ എന്ന് പറഞ്ഞാൽ മോശമായ നാവുള്ള സ്ത്രീ. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടിരിക്കും, ചീത്ത വാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. സ്വന്തം മക്കളെ തന്നെ ചിലപ്പോ വിളിക്കല് എന്താണ്? എന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത വാക്കാണ്. സ്വന്തം മക്കളെ ഖിൻസീർ എന്ന് വിളിക്കുക, ഖിൻസീർ എന്ന് വിളിക്കുക. ഖിൻസീർ തന്നെ വാക്കിന്റെ അർത്ഥം പന്നീനാണ്. അപ്പോ അല്ലെങ്കിൽ കൽബെന്ന് വിളിക്കുക. കൽബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം നായാന്നാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എപ്പോഴും മോശമായ വാക്ക് പറയുന്ന, അതുപോലെ തന്നെ എപ്പോഴും ഭർത്താവിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബദിയ്യത്തുൽ ലിസാനായ, അല്ലെങ്കിൽ കള്ളന്മാർക്ക് അറബിയിൽ ലിസ് എന്നാ പറയാ, ലിസ് എന്ന് വിളിക്കുക. അങ്ങനെ തുടങ്ങി അത്തരം വാചകങ്ങൾ പറയുന്ന മോശമായ നാവുള്ള സ്ത്രീ, അത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. പിന്നെയോ മറ്റൊന്നാണ് ലഹ്ബറ. ലഹ്ബറ എന്ന് പറഞ്ഞാൽ ആരാണ്? സബീലത്തുൻ മഹ്സൂലത്തുൻ വന്നഹ്ബറ. സബീലത്തുൻ മഹ്സൂല, വളരെ മെലിഞ്ഞ് നീണ്ട സ്ത്രീ, വളരെ മെലിഞ്ഞ് സ്കെൽറ്റായി നീണ്ട സ്ത്രീ, അത്തരം സ്ത്രീകൾ ഗുണകരമല്ല. വന്നഹ്ബറ, സ്ത്രീകളെ കൂട്ടത്തിൽ നഹ്ബറ എന്നൊരു വിഭാഗമുണ്ട്, അവരും ഗുണകരമല്ല. അതാരാണ്? മർത്താദ് റഹിമഹുല്ലാ പറയുകയാണ്, ആര് കണ്ടാലും ആര് കേട്ടാലും ആരും അതാ അപമാനിക്കുന്ന വിധത്തിൽ തീരെ നീളമില്ലാത്ത പെണ്ണ്, വളരെ നീളം കുറഞ്ഞ പെണ്ണ്, ആര് കണ്ടാലും മോശം പറയും. ആ രൂപത്തിൽ നീളം കുറഞ്ഞ പെണ്ണും ഗുണകരമല്ല. അതുപോലെ തന്നെ വയസ്സായി കിളവിയ പെണ്ണും വിവാഹത്തിന് ഉചിതമല്ല. പിന്നെയോ വനികാഹുൽ ഹന്തറ, സ്ത്രീകളെ കൂട്ടത്തിൽ ഹന്തറ എന്നൊരു വിഭാഗമുണ്ട്, അതും നിക്കാഹിന് ഗുണകരമല്ല. മനാഹു ഫീ ഗൈരിൽ മഹല്ലി മുഫ്തിറ കലാമഹ ആബിൽ ജൂദുൽ മുദ്ബിറ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൂടുതൽ സംസാരിക്കുന്ന സ്ത്രീ, അതാണ് ഹന്തറ. അവളും ഗുണകരമല്ല. മറ്റൊന്നാണ് അബിൽ അജൂസുൽ മുദ്ബിറ, വാർദ്ധക്യം പ്രാപിച്ച് വൃദ്ധയായ സ്ത്രീ. നേരത്തെ പറഞ്ഞ വാക്കിനും അതേ അർത്ഥം ഉണ്ട്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടത്.